ഹായ് എവ്രിവൺ, Q3 വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള എല്ലാവരും ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കേക്ക് ഡെക്കറേഷൻ ടോപ്പറാണ്. ഇങ്ങനെയുള്ള ടോപ്പേഴ്സ് നിങ്ങൾ ചില കേക്കുകളിലൊക്കെ കണ്ടിട്ടുണ്ടാകും. റൈസ് പേപ്പർ സെയിൽസ് എന്നാണ് ഇതിന് നമ്മൾ പറയുന്നത്. ഇതറിയാത്തവർക്ക് വേണ്ടി മാത്രം പറയുകയാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്കാകെ വെറും ഒരു ഇൻഗ്രീഡിയൻറ്റ് മാത്രം യൂസ് ചെയ്തിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അതിനായിട്ട് നമുക്ക് ആകെ വേണ്ടത് റൈസ് പേപ്പറാണ്. ഇത് വലിയ സൂപ്പർ മാർക്കറ്റുകളിലും അല്ലെങ്കിൽ നമ്മൾ ബേക്കിങ്ങിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങുന്ന ഷോപ്പുകളിലും അവൈലബിൾ ആണ്. ഇങ്ങനെയാണ് റൈസ് പേപ്പർ ഉണ്ടാവുക. കുറച്ച് തിക്കായിട്ട് ഒരു പ്ലാസ്റ്റിക് പോലെയാണ് നമുക്കിത് കാണാനായിട്ട് ഉണ്ടാവുക. 100 രൂപയ്ക്ക് ഒരു 4-5 പീസ് ആയിട്ടുള്ള പാക്കറ്റും നമുക്ക് അവൈലബിൾ ആണ്. ഇതിന് വേറെയും പല യൂസസ് ഉണ്ട്. ഫോറിനേഴ്സൊക്കെ റാപ്പ് ഉണ്ടാക്കാനൊക്കെ ആയിട്ടും പിന്നെ ഒരുപാട് വേറെ റെസിപ്പീസൊക്കെ അവരുടെ ഫുഡ് ഐറ്റംസിലായിട്ടൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട്. നമുക്ക് ഇതുകൊണ്ട് എങ്ങനെ നമ്മൾ വിചാരിച്ച റൈസ് പേപ്പർ സെയിൽ കേക്ക് ടോപ്പർ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഇതേപോലെ പരന്ന ഒരു പ്ലേറ്റ് എടുക്കുക. അതിലേക്ക് 1 കപ്പ് സാദാ പച്ചവെള്ളം നമ്മളതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ഈ റൈസ് പേപ്പറിൻ്റെ ഷീറ്റ് ഇതിലേക്ക് മുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അത് നിൽക്കാനുള്ള വെള്ളം അതിലുണ്ടായാൽ മതി. പിന്നെ നമ്മൾ ഈ റൈസ് പേപ്പർ ചെറുതായിട്ട് കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് പ്രത്യേകിച്ച് ഷേപ്പൊന്നുമില്ല, നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്യാം. ഞാനിപ്പോൾ 2 ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. അതിൽ 3 പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ വെള്ളത്തിലിട്ടിട്ട് ഈ വെള്ളത്തിലേക്ക് ഇത് മുക്കി വെക്കുകയാണ് വേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് കാണിക്കാം. ഓരോരോ പീസ് ഓരോ സമയത്ത് നമ്മൾ ചെയ്ത് കൊടുക്കാം. ഒന്നായിട്ട് ഇട്ട് കൊടുക്കരുത്. അപ്പോൾ ഞാൻ ആദ്യം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് വെള്ളത്തിലിട്ട് ഒരു മിനിറ്റിനുള്ളിൽ തന്നെ അത് നമ്മൾ ഒരു തളർന്നു പോകും. വെള്ളത്തിലിട്ട് അതിങ്ങനെ കുഴഞ്ഞു പോകും. അപ്പോൾ അതെടുത്തിട്ട് നമ്മൾ ഇതേപോലെ ഒരു സിലിക്കൺ മാറ്റിൽ ഇങ്ങനെ ഒരു ഫാൻ പോലെ ആക്കി ഒരു ക്ലിപ്പിട്ട് നമ്മൾ അതിൻ്റെ മേലെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് തളർന്നു പോയിട്ടുണ്ട്. നമ്മൾ കയ്യിൽ എടുത്തു നോക്കിയാൽ നമുക്ക് കാണാം അതൊന്ന് കൊഴിഞ്ഞു പോയി. പക്ഷെ പൊട്ടിപ്പോവരുത്. കൂടുതൽ നേരം വെള്ളത്തിൽ വെച്ചാൽ അത് കീറി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിലേക്ക് ഇങ്ങനെ തളർന്നു വീഴുന്ന സമയം നോക്കി നമ്മളിതിലേക്ക് വെച്ച് കൊടുക്കാം. നല്ല നിവർത്തി വെച്ച് കൊടുക്കാം. ഇതിനൊന്നും പ്രത്യേകിച്ചൊരു ഷേപ്പും മെഷർമെൻറ്റും ഒന്നുമില്ല. നമ്മൾ വളരെ സൂക്ഷിച്ച് പതുക്കെ ചെയ്താൽ മതി. ഈ കളറൊന്നും ചേർക്കാത്തതുകൊണ്ട് അതൊരു വൈറ്റ് കളറുള്ള സെയിലായിരിക്കും നമുക്ക് കിട്ടുക. ഇനി നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് ഇതിലേക്ക് ഈ വെള്ളത്തിലേക്ക് ഓരോരോ ഡ്രോപ്സ് നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് ലിക്വിഡ് കളേഴ്സോ ജെൽ കളേഴ്സോ ഏത് കളേഴ്സ് വേണമെങ്കിലും ഈ സമയത്ത് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഒരു 2 ഡ്രോപ്പ് പിങ്ക് ആ വെള്ളത്തിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതേപോലെ നമ്മൾ വൈറ്റ് ചെയ്ത പോലെ ഒന്ന് മുക്കിയെടുത്ത് നമ്മുടെ സിലിക്കൺ ഷീറ്റിൻ്റെ മേലെ വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ കയ്യിൽ സിലിക്കൺ ഷീറ്റ് ഇല്ലെങ്കിൽ ഇതേപോലെ ബട്ടർ പേപ്പർ യൂസ് ചെയ്തിട്ടും അലുമിനിയം ഫോയിൽ യൂസ് ചെയ്തിട്ടും നമുക്ക് ഇങ്ങനെ മേലെ വെച്ച് കൊടുക്കാം. ബട്ടർ പേപ്പർ എടുക്കുമ്പോൾ നമുക്ക് ഈ റോളിൽ വരുന്ന ബട്ടർ പേപ്പർ വേണം എടുക്കാൻ. നമ്മൾ അലുമിനിയം ഷീറ്റ് ആകുമ്പോഴും പ്രശ്നമില്ല. സാധാ യൂസ് ചെയ്യുന്ന ബട്ടർ പേപ്പർ നമ്മൾ ഷീറ്റിൽ വരുന്ന ബട്ടർ പേപ്പർ ഇതിനായിട്ട് എടുക്കരുത്. അപ്പോൾ അതും ഇതേപോലെ നമ്മളൊരു പേപ്പർ ഫാൻ പോലെയൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കിയിട്ട് അടിയിലൊരു ക്ലിപ്പോ ഒരു റബ്ബർ ബാൻഡോ ഇട്ട് കുടുക്കി അതൊന്ന് ഫിക്സ് ആക്കുക. എന്നിട്ട് അതിൻ്റെ മേലേക്ക് നമ്മൾ ഇഷ്ടമുള്ള കളേഴ്സിൽ ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനിവിടെ ഒരു പിങ്ക്, ഓറഞ്ച്, ഗ്രീന് അങ്ങനെ ഒരു 3 കളേഴ്സാണ് 3-4 കളേഴ്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സിനനുസരിച്ച് ഇങ്ങനെ ചെയ്തെടുക്കാം. വളരെ ഈസിയാണ്. ഇതൊന്ന് ഡ്രൈ ആയാൽ നമ്മൾ വിചാരിച്ച നല്ല അടിപൊളിയായിട്ടുള്ള റൈസ് പേപ്പർ സെയിൽ റെഡിയാവും. ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്നുകിൽ ഓവർനൈറ്റ് വെക്കണം, അല്ലെങ്കിൽ പ്രീഹീറ്റ് ചെയ്ത ഒരു 5 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവണിൽ 5 മിനിറ്റ് വെക്കണം. അതൊരു കുറച്ച് റിസ്ക് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിനേക്കാൾ നല്ലത് നമ്മൾ രാത്രി ഉണ്ടാക്കി രാവിലെ വേഗം എടുത്താൽ നമ്മൾ നല്ല ഡ്രൈ ആയിട്ട് നല്ല സ്റ്റിഫായിട്ട് നമുക്ക് നല്ലൊരു റൈസ് പേപ്പർ കിട്ടും. അപ്പോൾ ഞാനിത് ഡ്രൈ ആക്കാൻ വെക്കുകയാണ്. പിറ്റേന്ന് രാവിലെയാണ് ഞാനിത് എടുത്തു നോക്കുന്നത്. അപ്പോൾ എന്താ ആയിട്ടുള്ളതെന്ന് കാണിച്ചു തരാം. പിറ്റേന്ന് രാവിലെ ആകുമ്പോഴേക്കും നമ്മൾ റെഡിയാക്കി വെച്ചൊക്കെ നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. നമ്മൾ കൈ വെച്ചാൽ നമുക്ക് കാണാം ഇത് നമ്മൾ നല്ല ഉറപ്പായിട്ടുണ്ടാവും. നമ്മൾ ആദ്യം റൈസ് പേപ്പർ കട്ട് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിൽ ആ ഒരു തിക്നെസ്സിൽ നമുക്ക് ഇത് ഡ്രൈ ആയിട്ടുണ്ട്. നമുക്കിത് ഊരിയെടുക്കാൻ വളരെ എളുപ്പമാണ്. നമ്മളൊന്ന് തൊടുമ്പോഴേക്കും നമ്മുടെ കയ്യിലോട്ട് ഇങ്ങോട്ട് പോരും.
അപ്പോൾ ഇതേപോലെ എല്ലാം നമുക്ക് എടുക്കാം. നമ്മൾ കട്ടിയുള്ള ബട്ടർ പേപ്പർ വെച്ചതുകൊണ്ടാണ് നമുക്ക് ബട്ടർ പേപ്പറിലുള്ളത് ഇങ്ങോട്ട് പോകുന്നത്. നേരിയ ബട്ടർ പേപ്പറിൽ വെച്ചാൽ അത് കുതിർന്നു പോകും, നമുക്ക് ഈ വിചാരിച്ച ടെക്സ്ചർ കിട്ടില്ല. പിന്നെ വേണമെങ്കിൽ നമുക്ക് അലൂമിനിയം ഫോയിലിൽ ഇതേപോലെ ചെയ്തെടുക്കാം. നല്ലോണം ഡ്രൈ ആയതിനു ശേഷമേ നമ്മളിതെടുക്കാൻ നോക്കാൻ പാടുള്ളൂ. ഇനി അഥവാ കുറച്ച് വെള്ളം അങ്ങനെ നനവുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും വെയിറ്റ് ചെയ്യണം. നന്നായിട്ട് ഡ്രൈ ആക്കിയിട്ട് മാത്രം എടുക്കുക. ഞാനിതിന് കുറച്ചും കൂടെ സ്റ്റൈലാവാൻ വേണ്ടിയിട്ട് കുറച്ച് ഗോൾഡൻ ഡസ്റ്റും കൂടെ ഇങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ സൈഡിലും സെൻറ്ററിലൊക്കെ ആയിട്ട്. ഇത് നമുക്ക് മാസങ്ങളോളം എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു പാത്രത്തിൽ സൂക്ഷിക്കാവുന്നതാണ്. റൂം ടെമ്പറേച്ചറിൽ തന്നെ വെച്ച് സൂക്ഷിക്കാവുന്നതാണ്. പിന്നെ ഇത് വളരെ സിമ്പിളായിട്ടും വളരെ ചീപ്പായിട്ടും നമുക്ക് നല്ലൊരു എലിഗൻ്റ് ആയിട്ടുള്ള കേക്ക് ടോപ്പറാണ് ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ളത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് കേക്കിൽ വെക്കുമ്പം തന്നെ ഒരു പ്രത്യേക ലുക്കാണ് നമുക്ക് കിട്ടുന്നത്. ഇത് കേക്കിൻ്റെ മേലെ ഇങ്ങനെ കുത്തി വെക്കുന്ന പണിയേ ഉള്ളൂ. നമ്മുടെ ഐഡിയക്ക് അനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സിൽ നമ്മൾ അങ്ങനെ ചെയ്ത് നിങ്ങൾ ഡെക്കറേറ്റ് ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.